ഹായ് കൂട്ടുകാര്, ഞാൻ ഉച്ചയ്ക്കുള്ള ആഹാരം കഴിക്കാൻ പോകണേ. എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു മാങ്ങ വാങ്ങിച്ചിട്ട് പകുതി അതിലിട്ടുള്ള അവിയലിൽ മീൻകറിയിലും ഒക്കെ ഇട്ടതിൻ്റെ ബാക്കി പകുതി, ചെറിയ മാങ്ങയല്ല വലുതായിരുന്നു, അതിനെ ഞാൻ മാങ്ങക്കറി വെച്ചു, ഒഴിച്ചു കറി. പിന്നെ മീൻ ഇന്നലത്തെയാണേ, വാഴയ്ക്ക തോരൻ വെച്ച് ഞാൻ, വാഴയ്ക്ക തോരൻ കഴിച്ചു നോക്കട്ടെ. ഇച്ചിരി മീനിൻ്റെ അരപ്പും ഇച്ചിരി മീനും, ഇത് തോരൻ, വാഴയ്ക്ക തോരനും വെച്ച് കഴിച്ചു നോക്കട്ടെ കൂട്ടുകാരെ. കുച്ചിലോട്ട് ഇങ്ങനെ മാങ്ങാക്കറി ഭയങ്കര ഇഷ്ടമായിട്ടാ, വെള്ളക്കറി വയ്ക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് മാവ് ഉണ്ടായിരുന്നു, പക്ഷെ മൂവാണ്ട മാവ് എന്നാ പറയുന്നതിന്. ഭയങ്കര പുളിയായിരിക്കും, ഭയങ്കര പുളിയാ, പച്ചയ്ക്ക് പഴുത്ത നല്ല മധുരവുമായിരിക്കും. ആ മാങ്ങ ഞങ്ങൾ മാങ്ങക്കറി വയ്ക്കും, ഇതുപോലെ വെള്ളക്കറി വയ്ക്കും, അല്ലാതെ അച്ചാറിടും. അച്ചാറിടുന്ന കൂടാതെ വറുത്തരച്ചൊരു കറിയുണ്ട്, അതിന് നല്ല കട്ടി ദശയാണ് അതിന്, മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റാണ് അത് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാമല്ല മൂവാണ്ട മാങ്ങ പുളിപ്പാന്ന്, പക്ഷെ അത് മാങ്ങ വറുത്തരച്ച് വയ്ക്കുന്ന കറി കഴിക്കാൻ 3-4 ദിവസം ഇരിക്കും അത്. അതിൻ്റെ എക്സ്പെർട്ട് എൻ്റെ അമ്മൂമ്മയായിരുന്നു. നല്ല ടേസ്റ്റാണ് കൂട്ടുകാരി, അതൊന്നും നിങ്ങൾ കഴിച്ച് കാണില്ല. ഞങ്ങളുടെ ചെറുതിലേക്ക് അതൊക്കെ കഴിക്കുന്നത്, പലതരം വിഭവങ്ങൾ കഴിക്കും. ഓണം കഴിയുമ്പോഴുള്ളൊരു ബഹളമുണ്ട്, കറികളൊക്കെ വെച്ചിട്ട് മിച്ചം, അവിയൽ, സാമ്പാർ, പച്ചടി, കിച്ചടി, തോരൻ, ഇതെല്ലാം മിച്ചം വരുമ്പം എൻ്റെ അമ്മൂമ്മ ഇതെല്ലാം മിച്ചം വരുന്നതിന് ഒരു കലത്തിലാക്കി കെട്ടി വെക്കും. വെച്ചിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ അത് പുളിച്ചു പൊങ്ങും. പക്ഷെ നമ്മൾ ഓർക്കും അത് ഈ പുളിച്ചു പൊങ്ങി എങ്ങനെ തിന്നാനെന്ന് വിചാരിക്കും. പക്ഷെ ചൂട് ചോറിൻ്റെ പുറത്ത് ആ കറി എടുത്ത് ഒഴിച്ച് തരും, ശകല ഇങ്ങനെ കുഴകുഴാന്നിരിക്കും കേട്ടോ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഞങ്ങളുടെ അയൽവാസികൾക്ക് പോലും അറിയത്തില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന്. ഞങ്ങൾ കളയത്തില്ല എൻ്റെ അമ്മൂമ്മ. പക്ഷെ ആ രുചി എനിക്കറിയില്ല അത് എങ്ങനെ പറഞ്ഞറിയിക്കാനെന്ന്. ഓ, ഭയങ്കര രുചിയാ കറിക്ക്. അതെല്ലാ കറികളും കൂടെ ഒന്നിച്ചൊഴിച്ച് വയ്ക്കുന്നതുകൊണ്ടായിരിക്കാം എന്തോ പുളിച്ചു പൊങ്ങിയിരിക്കുന്ന ഒരു ഇതും വരില്ല അതിന്. നല്ല ടേസ്റ്റ് ആയിരിക്കും കൂട്ടുകാരെ. അങ്ങനെ ഒന്നും നിങ്ങളാരും കഴിച്ച് കാണത്തില്ല. ഞങ്ങളുടെയൊക്കെ അമ്മൂമ്മമാരുണ്ടാക്കി തന്നിട്ടുണ്ട്, ഞങ്ങൾ ചെറുതിലേ കഴിച്ചിട്ടുമുണ്ട്. ഇത് കഴിച്ചു നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടാണ്. സൂപ്പർ സൂപ്പറാവട്ടെ. ഈ മാങ്ങക്കറി വയ്ക്കുമ്പോൾ ഒന്നും ചെയ്യണ്ട, ജീരകവും ഒരു കുഞ്ഞു കഷ്ണം വെളുത്തുള്ളി അരച്ചാൽ മതി, കടുവും വറുത്തൊഴിച്ചാൽ മതി. ശരി, വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയിട്ട്. സ്നേഹത്തോടെ ടാറ്റാ, ബൈ ബൈ.